ദേശീയ ടെലികോം പ്രൊവൈഡർ എന്ന നിലയ്ക്ക് BSNL രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യത്യാസമില്ലാതെ തന്നെ എല്ലായിടത്തും സുതാര്യമായതും അതുപോലെ വളരെ സുരക്ഷിതവുമായ സർവീസ് കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ന് ഈ ചടങ്ങിൽ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞങ്ങളുടെ CGM, അദ്ദേഹം കേരള സർക്കിളിൻ്റെ മേധാവിയാണ്. വളരെയധികം മാറ്റങ്ങൾ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ സേവനത്തിൻ്റെ നെറ്റ്വർക്കിൻ്റെ സുതാര്യതയിൽ നെറ്റ്വർക്കിൻ്റെ സർവീസ് മെച്ചപ്പെടലിന് അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല IT സൊല്യൂഷൻസ് നമ്മൾ തന്നെ തനതായി വികസിപ്പിച്ചെടുത്ത ഒത്തിരി IT സൊല്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക്, ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടെ സ്വാതന്ത്ര്യ ദിന ആശംസകളോടുകൂടെ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രസ് മീറ്റിലേക്ക് സാദരം ക്ഷണിക്കുന്നു. BSNLനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഓരോ നല്ല നാളുകളും BSNLൻ്റെയും നല്ല നാളുകളാണ്. കാരണം BSNL രാജ്യത്തോട് എല്ലാ കാലത്തും കടപ്പെട്ടും രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടും ജനങ്ങളുടെ പുരോഗതിക്കായിട്ടും മാത്രം നിലനിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ആ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടോടുകൂടെ കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തുടനീളം 1 ലക്ഷത്തോളം ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുമായി 4Gയുമായി BSNL രംഗത്ത് വരികയും അതിനുശേഷം ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് വളരെ നല്ല ഒരു നെറ്റ്വർക്കായിട്ട് കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയിലെയും ജനങ്ങളുടെ മുൻപിൽ നിൽക്കുവാനായിട്ട് BSNL സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡേറ്റയുടെ കാര്യത്തിൽ BSNLൻ്റെ നെറ്റ്വർക്ക് മറ്റ് നെറ്റ്വർക്കുകളുടെ അതേ രീതിയിൽ തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷത്തിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ BSNLന് എല്ലായിടത്തും 4G ഉണ്ടായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ 4G ഉണ്ടായിരുന്നുള്ളൂ. ഡേറ്റയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഈ ആദിവാസി ജനങ്ങൾ താമസിക്കുന്ന മേഖലകളായിരുന്നാലും നമ്മുടെ കേരളത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളായിരുന്നാലും അവിടെയൊക്കെ ഇതുവരെയും ഒരു നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും 4G നെറ്റ്വർക്കുമായിട്ട് BSNLന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. കേരള സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 കോടി കസ്റ്റമേഴ്സ് ആണ് നമുക്കുള്ളത്. അതിൽ തന്നെ 86 ലക്ഷം മൊബൈൽ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ അറൗണ്ട് 8 ലക്ഷത്തോളം ഫൈബർ ടു ഹോം കസ്റ്റമേഴ്സും ഉള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ കേരളത്തിലെ BSNL നെറ്റ്വർക്ക്. മൊബൈൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഉള്ള പ്രധാനപ്പെട്ട 4 ഓപ്പറേറ്റേഴ്സ് 4 പേരുടെയും നമ്പേഴ്സ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് തുല്യമാണ്. BSNLനും 21% മാർക്കറ്റ് ഷെയർ ആണ് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ FTTHന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും BSNL എന്ന് പറയുന്നത് കേരളത്തിലെ 2ാം സ്ഥാനത്ത് തന്നെയാണ്. ആ രീതിയിൽ നല്ലൊരു സേവനം BSNLന് കൊടുക്കുവാനായിട്ട് ഇന്ന് കേരളത്തിൽ സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് BSNL ഏറ്റവും ആദ്യം 4G ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അത് ഡേറ്റ സ്പീഡ് നന്നായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചില വോയിസ് ഇഷ്യൂസ് പലയിടത്തും ഉണ്ടായിരുന്നു. ഇന്ന് അതിനുശേഷം BSNL നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഉള്ള C.DOT എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ IMS സിസ്റ്റം, IP മൾട്ടിമീഡിയ സിസ്റ്റം എന്നാണ് പറയുന്നത്. ആ സിസ്റ്റം വഴിയാണ് VoLT സർവീസസ് നമ്മുടെ ഫോണിലെ 4G വോയിസിന് വേണ്ടിയിട്ട് VoLT എന്ന് കാണിക്കും. ആ ഒരു VoLT സർവീസ് C.DOTന്റെ സേവനത്തോടുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ സർവീസും BSNL കമ്മീഷൻ ചെയ്തതിന് ശേഷം ഇന്ന് വോയിസ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു നിലയിലോട്ട് എത്തിക്കഴിഞ്ഞു.
BSNL കേരളത്തിൽ ഇന്ന് 7200 4G ടവറുകളാണ് ഉള്ളത്. ഈ ടവറുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 5G ആയിട്ട് മാറ്റുവാനും സാധിക്കും. ഇനി പുതുതായിട്ട് തന്നെ BSNL ഇന്ത്യയിലുടനീളം 25,000-ഓളം ടവറുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4G സാച്ചുറേഷൻ പ്രോജക്റ്റിന്റെ പ്രകാരം നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ 4Gയുമായിട്ട് 323 ടവേഴ്സ്, അതേപോലെ തന്നെ ലക്ഷദ്വീപിൽ 37 ടവറുമായിട്ട് നമുക്ക് എത്തുവാനായിട്ട് സാധിച്ചു. അത് തന്നെ നമ്മുടെ ട്രൈബൽ അല്ലെങ്കിൽ അണ്ടർസേർവ്ഡ് പോപ്പുലേഷന് തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിലുള്ള BSNL നെറ്റ്വർക്കാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പലവിധമായ വെള്ളപ്പൊക്കമായിരുന്നാലും പ്രകൃതിക്ഷോഭങ്ങളായിരുന്നാലും അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ BSNLന്റെ നെറ്റ്വർക്കിന് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് മുൻപോട്ട് വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഇവിടെ BSNLന്റെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറായിട്ട് ഒന്നാമതായിട്ട് BSNL ₹1 പ്ലാൻ, ഫ്രീഡം പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ പ്ലാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് BSNL ഏർപ്പെടുത്തുന്നത്. പുതിയ സിം എടുക്കുന്നവർക്ക് ₹1 പുതിയ സിം കിട്ടും. അതിന്റെ ഫീച്ചേഴ്സ് ആണ് അവർക്ക് 1 GB ഡേറ്റ പെർ ഡേ, 100 SMS പെർ ഡേ, അൺലിമിറ്റഡ് കോൾസ്, 24 ഡേ വാലിഡിറ്റി. ഈ രീതിയിലുള്ള ഒരു പ്ലാനാണ് ₹1 പ്ലാനായിട്ട് BSNL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സും അവരുടെ താരിഫിനെ കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ BSNL ബെറ്റർ ഓഫേഴ്സുമായിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തുകയാണ്. അതേപോലെ തന്നെ BSNLന്റെ നേരത്തെയുള്ള 2399 1 ഇയർ വാലിഡിറ്റിയുള്ള പ്ലാൻ ഇൻഡിപെൻഡൻസ് ഡേ 1947 47 കൂടെ ചേർത്ത് 47 ഡേ എക്സ്ട്രാ വാലിഡിറ്റിയോടുകൂടെ 412 ദിവസത്തെ വാലിഡിറ്റിയോടുകൂടെ പുതുതായിട്ട് BSNL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുതുതായിട്ട് ഉള്ള ഒരു സെൽഫ് കെയർ ആപ്പ്, അതേപോലെ എന്റർടൈൻമെന്റ് TVയും BSNL ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സെൽഫ് കെയർ ആപ്പിലൂടെ കസ്റ്റമേഴ്സിന് പുതിയ സിം എടുക്കുക, പിന്നെ അതേപോലെ അത് പുതിയ FTTS കണക്ഷന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക, FTTS ബിൽസ് പേ ചെയ്യുക, മൊബൈൽ റീചാർജ് ചെയ്യുക എന്നുള്ള പല ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതിനോടുകൂടെ തന്നെ ഈ ഒരു സെൽഫ് കെയർ ആപ്പില് ലൈവ് TV, ഇതിൽ തന്നെ ചാനൽസ് ലൈക്ക് മഴവിൽ മനോരമ, അമൃത TV, കപ്പ TV, VTV, സഫാരി TV, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, ഇങ്ങനെയുള്ള ചാനൽസ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സിനിമ ആൻഡ് സീരീസ് ഇതിനകത്ത് കുറച്ച് ഉണ്ട്. മ്യൂസിക്, ഡിവോഷണൽ, എഡ്യൂക്കേഷണൽ കണ്ടന്റ്, ഇങ്ങനെയുള്ള കണ്ടന്റ്സോട് കൂടെയാണ് BSNL ഈ ഒരു സെൽഫ് കെയർ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് BSNL ടാങ്കോ TVയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ സെൽഫ് കെയർ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. BSNLന്റെ ഫൈബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 7.6 ലക്ഷം FTTS കണക്ഷൻസ് ആണ് BSNL ഉള്ളത്. അതിൽ തന്നെ 2 ലക്ഷത്തിലധികം കണക്ഷൻസ് എന്ന് പറയുന്നത് ഭാരത് ഉദ്യമി എന്നുള്ള പേരിൽ നമ്മുടെ റൂറൽ ഏരിയാസിൽ കൊടുത്തിട്ടുള്ള കണക്ഷൻസ് ആണ്. എപ്പോഴും റൂറൽ ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് BSNL കണക്ഷൻസ് കൊടുക്കുന്നത്. നമ്മുടെ ഓണം, ഇൻ അഡീഷൻ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് BSNL 4 പുതിയ പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫൈബർ സൂപ്പർ പ്ലസ് OTT പ്ലാൻ. രണ്ടാമതായിട്ട് BSNL ഓണം ഫൈബർ റീകണക്ട് 1100. അടുത്ത BSNL ഓണം കണക്ട് 2994, BSNL ഓണം ഫൈബർ സ്പീഡ് 100. ഇങ്ങനെ 4 പുതിയ പ്ലാൻസ് ആണ് BSNL ഈ ഒരു ഓണം ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മൊബൈൽ സെഗ്മെന്റിലും അതേപോലെ തന്നെ FTTS സെഗ്മെന്റിലും പുതിയ പ്ലാൻസും ഓഫേഴ്സും ഫീച്ചേഴ്സുമായിട്ടാണ് BSNL മുൻപോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു ലോഞ്ചാണ് സാറ്റലൈറ്റ് ഫോൺ ലോഞ്ച്. ഇതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, എങ്കിലും പല റിമോട്ടസ്റ്റ് ഏരിയയിലും പിന്നെ ഫിഷർമെൻ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനും ഇത് വളരെയധികം ഉപകാരമുള്ളൊരു സർവീസാണ്.
ആ രീതിയിലുള്ള ഒരു സർവീസ് BSNL ഒരു ടൈപ്പോടുകൂടെ ഇപ്പോൾ ഈ സമയത്ത് ലോഞ്ച് ചെയ്യുവാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. എന്റർപ്രൈസ് സെഗ്മെന്റിൽ BSNL സ്വന്തമായിട്ടുള്ള സർവൈലൻസ് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ വീഡിയോ സർവൈലൻസ് സൊല്യൂഷൻ ഉണ്ട്, സ്വന്തമായിട്ടുള്ള ഒരു വൈഫൈ സൊല്യൂഷൻ ഉണ്ട്. ഈ രണ്ട് സൊല്യൂഷനും നമ്മുടെ ഇവിടെയുള്ള ടീം തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ BSNLന് പല രീതിയിലുള്ള കോർപ്പറേറ്റ് സൊല്യൂഷൻസും കൊടുക്കുവാനായിട്ട് സാധിക്കും. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സൊല്യൂഷനാണ് CNPN എന്നുള്ള പേരിൽ BSNL ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സീഡാക്കുമായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ അൽമോരി കോൾ മൈൻസിൽ ആദ്യമായിട്ട് BSNL CNPN സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകളാണ് BSNL കൊടുക്കുന്നത്. ഏതായിരുന്നാലും ചുരുക്കത്തിൽ ഇന്നത്തെ നമ്മുടെ പ്രസ് കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് BSNL പുതിയതായിട്ടുള്ള ഡിഫറെന്റ് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇതിനെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.